ആ 25 ലക്ഷം രൂപ എന്ത് ചെയ്തു? ഇനി ഈ കമ്പനിക്ക് വേറെ എവിടെയെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ഉണ്ട്. ഒന്ന് കമ്പനിയുടേത്, ഒന്ന് എന്റെ പേരിൽ. അപ്പോ കമ്പനിയിലെ പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്കും വരാറുണ്ടോ? കമ്പനിയുടെ പണം എന്റെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നാണ് മാഡം പറയുന്നത്. പിന്നെ നിങ്ങളുടെ അക്കൗണ്ടിനെ പറ്റി ഇപ്പൊ എന്തിനാ പറഞ്ഞത്? ചില ലീഗൽ ഇഷ്യൂസ് കാരണം ചിലപ്പോൾ കമ്പനിയുടെ കാശ് എന്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കാറുണ്ട്. തിരികെ കമ്പനി അക്കൗണ്ടിൽ ഞാൻ തന്നെ ട്രാൻസ്ഫർ ചെയ്യും. ഈ കാര്യം മാഡത്തിന് അറിയാമോ? ചേച്ചിയോട് പറയാതെ ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. എന്ന് വെച്ചാ കമ്പനി അക്കൗണ്ടിൽ ഇല്ലാത്ത പണം നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കുമെന്ന്. അത് ലീഗൽ പ്രോബ്ലം ഉള്ളതുകൊണ്ടാ. എന്തോ എന്റെ അക്കൗണ്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ചെക്ക് ചെയ്ത് നോക്കൂ. ആ 25 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിലായിരിക്കും ഉണ്ടാവുക. ഐ മീൻ, ആരും പണം മോഷ്ടിക്കാത്തപ്പോ പണം എങ്ങോട്ടും പോയിട്ടുണ്ടാവില്ലല്ലോ. അപ്പോ ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ അടിച്ചു മാറ്റിയ കാശ് എന്നോട് തന്നെ തിരിച്ചിടാൻ പറയുകയാണോ? ഓക്കെ ചന്ദ്രശേഖരൻ സർ, ആ അക്കൗണ്ട് ചെക്ക് ചെയ്ത് ഇന്ന് ഈവനിങ്ങോ നാളെ രാവിലെയോ ആ 25 ലക്ഷം രൂപ ക്യാഷ് ആയിട്ടിങ്ങ് തന്നേക്കൂ. അല്ലെങ്കിൽ കമ്പനി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താലും മതി. ഇന്ന് ഈവനിങ്ങിനോ അല്ലെങ്കിൽ നാളെ രാവിലെയോ പണം തിരികെ കൊടുക്കാൻ എനിക്ക് വാണിംഗ് തരുന്നു. ഇനി നിങ്ങൾക്ക് പോകാം. ആ പെട്ടെന്ന് തന്നെ ആ പണം തന്നാ നിങ്ങൾക്കൊന്ന് റിലാക്സ് ആകാൻ പറ്റുമല്ലോ. തരാനായിട്ട് അക്കൗണ്ടിൽ കാശുണ്ടെങ്കിലല്ലേ. അതൊക്കെ എന്നേ ചിലവാക്കി കഴിഞ്ഞു. താങ്ക് യു മാഡം. എന്താ ഇത്? വലത് കണ്ട് തുടിക്കുകയാണല്ലോ. ഭഗവാനെ, ആർക്കും ഒന്നും സംഭവിക്കല്ലേ. അബി, അബി എന്തു പറ്റി? അബി, അബി എഴുന്നേക്ക് അബി. അബി, അയ്യോ അബി, അബി ഇരിക്കബി. ഓക്കെ.
അഭി അഭി സൂക്ഷിച്ച്. അയ്യോ അഭി. ഏട്ടാ അഭി. എന്താ ഏട്ടാ, എന്താ പറ്റി ഏട്ടാ? ഏട്ടാ ഭാസ്കരേട്ടാ, എന്താ ഉണ്ടായേ? എന്തോ പെട്ടെന്ന് താഴേക്ക് വീഴുമായിരുന്നു. നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. വരൂ ഏട്ടാ, എനിക്ക് എഴുന്നേൽക്ക്. വേണ്ട വേണ്ട, ടാബ്ലറ്റ് കഴിക്കണം. ടാബ്ലറ്റ് ഒക്കെ വീട്ടിലല്ലേ അഭി ഉള്ളത്? ഇല്ല, എന്റെ ബാഗ് തന്നെ ഉണ്ട്. ബാബുരാജ്, എന്റെ ഹാൻഡ് ബാഗ് ഒന്ന് എടുക്ക്. കുറച്ച് വെള്ളം കൂടി എടുക്കണേ. ശരി മേഡം. നിക്കടാ, എവിടെ പോവാ നീ? അഭിയേട്ടൻ പാവം കിടക്കുന്ന കണ്ടില്ലേ അമ്മേ? ഇപ്പൊ നീ ചേട്ടന്റെ അടുത്തേക്ക് പോയാല് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എല്ലാരും അറിയും. ചന്ദ്രശേഖരൻ സാറും അവിടെ നിപ്പുണ്ട്. അമ്മേ, ഏട്ടാ, എന്ത് പറ്റി ഏട്ടാ? ഏട്ടാ അഭി സൂക്ഷിച്ചഭി. മേഡം ബാഗ്. അഭി വെള്ളം കുടിക്കേ. അയ്യോ ഏട്ടാ, അതെ, ഇന്നലെ വസു മേഡത്തിന്റെ വീട്ടിൽ പോലും ആ തോട്ടക്കാരനെയും അയാളുടെ ഭാര്യയും സ്വന്തം ആൾക്കാരെ പോലെയാ കണ്ടത്. ഏട്ടൻ വീട്ടിലേക്ക് പോയി റെസ്റ്റ് എടുക്ക്. അതിന്റെ ആവശ്യമില്ല, ഞാനിപ്പോ ഓക്കെ ആണ്. വേണ്ട ബി, നീ വീട്ടിലേക്ക് പോ. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വേദന കൂടത്തേ ഉള്ളൂ. അങ്ങനെയൊന്നും വരില്ല. വസുന്ധര, താൻ ചെല്ല്. ഞാൻ കാരണം നിങ്ങളുടെ ജോലിക്ക് തടസ്സം ഉണ്ടാവരുത് പ്ലീസ്. എല്ലാവരും ജോലി നിർത്തിട്ട് വന്നിരിക്കുക. താൻ പോയാൽ മാത്രമേ മറ്റുള്ളവരും പോകത്തുള്ളൂ. ചെല്ല്. താൻ ചെല്ല് വസു, വെറുതെ ജോലി തടസ്സപ്പെടുത്തണ്ട. ഭാസ്കരേട്ടാ, ഒന്ന് നോക്കിക്കോളണേ. ശരി മോളെ. വസുന്ധര ചെല്ല്. കണക്കിലില്ലാത്ത 25 ലക്ഷം നാളെ കമ്പനിക്ക് കൊടുക്കണമെന്നാ വസു പറഞ്ഞിരിക്കുന്നത്. നാളെ ഞാൻ എങ്ങനെ 25 ലക്ഷം കൊണ്ടുവരും? ചേച്ചിയോട് ചോദിക്കാൻ പറ്റില്ല. 25 ലക്ഷം തരാൻ ഫ്രണ്ട്സുമില്ല. എന്താ ചെയ്യുക? ഈ പ്രശ്നത്തിന് എന്താ ഒരു പരിഹാരം? യെസ്, ആനന്ദ്. ഇപ്പോ എനിക്ക് അവൻ മാത്രമേ ഉള്ളൊരു മാർഗം. അവനെ ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് 25 അല്ല 50 ലക്ഷം വരെ ഒപ്പിക്കാൻ പറ്റും.
ഹലോ, നീ ഇപ്പൊ എവിടെയാ മോനെ? ഞാനിപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരിക ചെറിയച്ച. എന്താ മോനെ, ഡേ ടൈമിൽ പാർട്ടി ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് സേഫ് അല്ല മോനെ. നമ്മളെ ആര് തടയാനാ ചെറിയച്ച? ഡോൺ വെറി, ഞാൻ സേഫായിട്ട് തന്നെ എത്തും. ആ, ഏത് വഴിയാ നീ വരുന്നേ? ഞാൻ ഹൈവേ വഴി വന്നോണ്ടിരിക്ക. ഓഹോ, ശരി, സൂക്ഷിച്ചു വാ. ഓക്കെ ചെറിയച്ച. ബോസ് ആണല്ലോ വിളിക്കുന്നേ. എടുത്ത് എന്താന്ന് ചോദിക്കേ. പറഞ്ഞോളൂ ബോസ്. നീക്ക് എവിടെയാടാ? നമ്മുടെ സ്ഥിരം സ്ഥലത്ത് തന്നെ ഉണ്ട്. എന്റെ ചേട്ടന്റെ മകൻ ആനന്ദ് ഹൈവേ വഴി വരികയാ. ഉടൻ തന്നെ നിങ്ങളിവിടെ പോയി അവന്റെ കൂട്ടുകാരെ പറഞ്ഞുവിട്ട് ആനന്ദിനെ മാത്രം കിഡ്നാപ്പ് ചെയ്ത് നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കോ. ബോസ് എന്താ ഈ പറയുന്നേ? നമ്മുടെ ആയതിനെ കിഡ്നാപ്പ് ചെയ്യണമെന്നോ? ഇപ്പോഴത്തെ സാഹചര്യം അതാ. തൽക്കാലം പറഞ്ഞത് ചെയ്യേ. എന്നാൽ കിഡ്നാപ്പ് ചെയ്യുന്നത് നമ്മളാണെന്ന് ആനന്ദിന് സംശയം തോന്നരുത്. ശരി ബോസ്, ഞങ്ങളിപ്പോ തന്നെ ഇറങ്ങാം. അവനെ സ്ഥലത്ത് എത്തിച്ചതിന് ശേഷം സാറെ ഞങ്ങൾ വിളിച്ചറിയിക്കാം. ശ്രദ്ധിച്ചു വേണം, ആരും കണ്ടുപിടിക്കരുത്. ഇത് വലിയൊരു ഡീലാണ്. ഓക്കെ ബോസ്, ഞങ്ങൾ നോക്കിക്കോളാം. പോടാ. ആനന്ദിനെ നമ്മുടെ പിള്ളേർ കിഡ്നാപ്പ് ചെയ്ത ഉടൻ തന്നെ ചേച്ചിക്ക് ഞാൻ ഫോൺ ചെയ്യും. കിഡ്നാപ്പറിനെ പോലെ സംസാരിച്ച് 50 ലക്ഷം രൂപ ഞാൻ ആവശ്യപ്പെടും. തന്നില്ലെങ്കിൽ ആനന്ദിനെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. സ്വന്തം മകന് വേണ്ടി ചേച്ചി കോടികൾ വേണമെങ്കിലും തരാൻ മടിക്കില്ല. എൻ്റെ പ്രോബ്ലം ക്ലിയർ ആവും. അതിനുശേഷം ആ വസുവിനിട്ടൊരു പണി കൊടുക്കും. ഓഫീസിൽ നിന്നും അവളെ പുറത്താക്കും. പറ്റുമെങ്കിൽ അവളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കും. ഞാൻ ആരാണെന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ സ്പീഡായിട്ട് ഓടിക്കടാ. എന്താ വസുന്ധര പെട്ടെന്ന് ഇറങ്ങിയേ? ഇന്ന് ഓഫീസിൽ വർക്കൊന്നും ഇല്ല ഏട്ടാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. പക്ഷെ എനിക്ക് ജോലി ഉണ്ടല്ലോ. ഞാനിവിടെ ഇല്ലെങ്കിൽ ആരാ ഗേറ്റ് തുറക്കാം? അതൊക്കെ ഞാൻ നോക്കിക്കോളാം അബി. നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുന്നതാ നല്ലത്. അതൊന്നും വേണ്ട ഏട്ടാ, ഏട്ടനത് ബുദ്ധിമുട്ടാവും. അതൊന്നും കുഴപ്പമില്ല അബി, നിന്റെ ജോലിയൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ വീട്ടിലേക്ക് ചെല്ലേ. ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല. പ്ലീസ് ഏട്ടാ, ഈ ഒരു തവണ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. വീട്ടിലേക്ക് പോവാം. ചെല്ലബി. ശരി, ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ആരാ നിങ്ങള്? വിട് എന്നെ, വിടാൻ. ആരാ നിങ്ങള്? എന്നെ വിട്. വിടാൻ. ആരാ നിങ്ങള്? എന്നെ എന്തിനാ തട്ടിക്കൊണ്ട് വന്നേ? വലിച്ചു കെട്ട്. എന്നെ വിടാൻ. എന്നെ എന്തിനാ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നേ? വിടാ. മാസ്ക് എടുക്കടാ. ആരാ നിങ്ങള്? എന്റെ ഫ്രണ്ട്സിനെ എല്ലാം അടിച്ചിട്ട് എന്നെ എന്തിനാ കിഡ്നാപ്പ് ചെയ്തേ? മിണ്ടരുത്, നീ ഇനി വാ തുറക്കരുത്. ഞങ്ങള് പറയുന്നത് മര്യാദക്ക് കേട്ടാ. വേഗം നിനക്ക് വീട്ടിലേക്ക് പോവാം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പൈസയാണോ? എത്രയാ വേണ്ടത്? എത്ര വേണമെന്ന് ചോദിക്കാനായിട്ട് വേറൊരുത്തം വരും. അയാള് വരുന്നവരെ വെയിറ്റ് ചെയ്യേ. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? എന്താ? അതുവരെ മ്യൂസിക് എൻജോയ് ചെയ്തോണ്ടിരിക്കേ.
എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ സാർ. ആനന്ദിനെ കൊണ്ടൊന്ന് കെട്ടിയിട്ടിരിക്കാൻ സാർ. ഇപ്പോൾ തന്നെ എൻ്റെ ചേച്ചിയെ ഫോൺ ചെയ്ത് 1 മണിക്കൂറിനകം 50 ലക്ഷം രൂപ കൊണ്ടുവരാൻ പറ. അല്ലെങ്കിൽ ആനന്ദിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്ത്. ഓക്കെ ബോസ്. ഹലോ, ആരാ? ഞങ്ങൾ ആരാന്ന് നിങ്ങൾ അറിയണ്ട. നിങ്ങളുടെ മകൻ ആനന്ദിനെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. എന്താ? എന്റെ മകൻ ആനന്ദിനെ കിഡ്നാപ്പ് ചെയ്തെന്നോ? എന്താ അമ്മേ? ചേട്ടനെ ആരാ കിഡ്നാപ്പ് ചെയ്തേ? ആരാ അവര്? ആരാണെന്ന് അറിയില്ല വൈഷ്ണു. ഇനി ചേട്ടന്റെ കൂട്ടുകാര് പ്രാങ്ക് കോൾ ചെയ്യുന്നതായിരിക്കും. ഹലോ, ഫോൺ ഇങ്ങ് തന്നെ. ഹലോ, ആരാ നിങ്ങള്? ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയേണ്ട ആവശ്യമൊന്നും പറഞ്ഞില്ലേ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? 50 ലക്ഷം 1 മണിക്കൂറിനുള്ളിൽ കൊണ്ടുവരണം. 50 ലക്ഷോ? അതും 1 അവറിനുള്ളിലോ? എന്റെ ചേട്ടൻ നിങ്ങളുടെ അടുത്തുണ്ടെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? നീ വിശ്വസിക്കണോ? 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്. നിന്റെ അനിയത്തിയോട് ഹലോ പറ. ഹലോ ചേട്ടാ. ഹലോ വൈഷ്ണവി. വൈഷ്ണവി, അവര് ചേട്ടനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണോ? അതെ വൈഷ്ണവി, എന്റെ ഫ്രണ്ട്സിനെല്ലാം അടിച്ചിട്ട് എന്നെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. ആനന്ദ്, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? അവര് നിന്നെ ഉപദ്രവിച്ചില്ലല്ലോ? അമ്മേ, 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 പ്ലാസ്റ്റർ ഒടിക്കടാ. അമ്മേ. അവന്റെ വായിൽ പ്ലാസ്റ്റർ ഒടിക്ക്. ഇതും വെച്ചോ. വാടാ. ആനന്ദ് സേഫായിട്ട് വീട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് 50 ലക്ഷം രൂപ കൊണ്ടുവയ്ക്കണം. പണം കൊണ്ടുവന്നില്ലെങ്കിലോ ഈ കാര്യം പോലീസിൽ അറിയിച്ചാലോ ആനന്ദിന്റെ ശവമായിരിക്കും കാണുക. നല്ലവണ്ണം ആലോചിക്ക്. 10 മിനിറ്റ് സമയം തരാം നിങ്ങൾക്ക്. ഹലോ ആനന്ദ്, ഹലോ. ദൈവമേ, ആനന്ദിനൊന്നും സംഭവിക്കാതെ കാത്തോണേ. എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ. ചേട്ടനെ രക്ഷിക്കേണ്ടത് ദൈവമല്ല അമ്മേ, പോലീസാ. വാ, സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യാം. പോലീസിൽ അറിയിച്ചാൽ നിന്റെ ചേട്ടനെ കൊല്ലുമെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ എന്ത് ചെയ്യും അമ്മേ? ശരി, നമുക്ക് പോയാലോ? മാഡം ആണല്ലോ വിളിക്കുന്നത് ഏട്ടാ. ഹലോ മാഡം. മോളെ വസു, നീ ഇപ്പൊ എവിടെയാ? എന്താ മാഡം ശബ്ദം വല്ലാതിരിക്കുന്നത്? നമ്മുടെ ആനന്ദിനെ ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. ആനന്ദിനെ കിഡ്നാപ്പ് ചെയ്തെന്നോ? ആരാ മാഡം? ആരാണെന്ന് അറിയില്ല മോളെ. ഫോൺ ചെയ്ത് 50 ലക്ഷം ചോദിക്കുന്നു. പോലീസിൽ അറിയിച്ചാൽ ആനന്ദിനെ കൊന്നുകളയൊന്ന് വരട്ടുന്നുണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അതുകൊണ്ടാ പെട്ടെന്ന് നിനക്ക് ഫോൺ ചെയ്തത്. അഭിരാം കൂടെ ഉണ്ടോ? ഉണ്ട് മാഡം. ഹലോ മാഡം. മാഡം ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഇപ്പൊ തന്നെ ഞാനും വസുന്ധരയും വീട്ടിലേക്ക് വരാം. ടെൻഷൻ അടിക്കായിരിക്കും. ശരി മോനെ. വസുന്ധര, വാ വാ. സൂക്ഷബി, ടേക്ക് കെയർ കേട്ടോ മോളെ.
ആനന്ദ് ആനന്ദ് ചെറിയച്ഛനെ വിളിക്കാതെ അമ്മ ഇപ്പൊ വസുവിനെ വിളിച്ചത് എന്തിനാ? ചെറിയച്ഛൻ ഇപ്പൊ എവിടെയായിരിക്കും? വീട്ടിൽ നിന്ന് എനിക്ക് ഫോൺ വരികയാ. ഞാൻ വീട്ടിൽ പോകുന്നു. പണം എന്റെ കയ്യിൽ തന്നെ തന്നയക്കും. ഓക്കെ ബോസ്. ഞാൻ പണവുമായി വരുന്നതുവരെ